എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 27ാമത്തെ സെഷനാണ്. കൂടാതെ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്, സാധന പഞ്ചകം. അതിനു മുമ്പായി നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആത്മായനം 2025 2 എന്നുള്ള യാത്ര ഇന്ന് ഉച്ചയ്ക്ക് പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ എത്തിച്ചേർന്നതിനും അവിടെ ഉജ്ജ്വലമായ വരവേൽപ്പാണ് സ്വാമിനിയും മഠവും ഒരുക്കിയത്. അതിന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിനോടും പ്രത്യേകിച്ച് സ്വാമിനിയോടും കടപ്പെട്ടിരിക്കുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് യാത്രയെക്കുറിച്ച്. ഇന്ന് പന്തളവും അതേപോലെ ചെങ്ങന്നൂര്, തിരുവല്ല, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ഇന്ന് ഉച്ചയോടെ അവിടെ മഠത്തിൽ എത്തിച്ചേർന്നത്. അവിടെ ഊണൊക്കെ സ്വാമിനി തരമാക്കിയിരുന്നു. എന്തായാലും വളരെ സന്തോഷം. തീർച്ചയായും ആ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ആ കുടുംബ അംഗങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകം നന്ദി സ്വാമിനിക്കും അതേപോലെ മഠത്തിനും. ആദ്യമായി നമുക്ക് ഇന്നിവിടെ ഗുരുസ്മരണയ്ക്കായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകന്ധപതവശിഖ താപവാച്യമാനാൻ ഉക്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക, അത് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ ഭക്തിയാദരവോടുകൂടി മാതാജിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം.
ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാഗ് യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ പ്രണാമം. അദ്വൈത തത്വ സ്വരൂപനായ ശ്രീശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ തത്വബോധം എന്ന വേദാന്ത പ്രകരണ ഗ്രന്ഥം നാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി, ഏകദേശം 26 ക്ലാസ്സുകളിലായി നാം ശ്രവണം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സാധന പഞ്ചകം എന്ന ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു കൃതിയാണ്. ഇവിടെ 5 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ശ്ലോകത്തിലും 8 സാധനകൾ വീതം അടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 40 സാധനകൾ അടക്കം ചെയ്ത ഒരു അത്യുദാത്തമായ, ഉത്കൃഷ്ടമായ, മനോഹരമായ, എന്നാൽ ലളിതമായ ഒരു കൃതിയാണ് സാധന പഞ്ചകം. ഈ സാധന പഞ്ചകം എന്ന കൃതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണ് എന്ന് ശ്രദ്ധിച്ചാല്, ശങ്കര ഭഗവത്പാദര് ഇഹലോകവാസം അവസാനിപ്പിച്ച് പോകുന്നതിന് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് ഹിമഗിരി ശൃംഗങ്ങളിലേക്ക് കയറുന്നതിനായി താൻ പോകുകയാണ് എന്ന് ശിഷ്യവൃന്ദത്തെ അറിയിച്ചു. തന്റെ ശരീരത്യാഗത്തിന്റെ സമയം ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യരടുത്തുകൂടി ആചാര്യ ഭഗവത്പാദരോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും അവസാനത്തെ ഉപദേശ സാരം എന്നുള്ള രീതിയിൽ നൽകണം എന്ന് പറഞ്ഞപ്പോൾ ആചാര്യ ഭഗവത്പാദർ മാനവരാശിയുടെ ക്ഷേമത്തിനാകമാനം പ്രയോജനപ്പെടുന്ന മഹത്തായ ഒരു കൃതിയാണ് ഇവിടെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഈ സാധനാ പഞ്ചകം എന്ന കൃതിക്ക് ഉപദേശ പഞ്ചകം എന്നും മറ്റൊരു പേരുണ്ട്. ഉപദേശ പഞ്ചകം എന്ന് കൂടാതെ ഉപദേശ പഞ്ചരത്നം എന്ന പേരിലും ഈ കൃതി അറിയപ്പെടുന്നു. അപ്പൊ 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ കൃതി അദ്വിതീയമായ ഒരു കൃതിയാണ്. മാനവ ജന്മത്തിന്റെ ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണെന്നും ഈ ഭൂമിയിലെ ജീവിതം വെറുതെ നഷ്ടമാക്കാനുള്ളതല്ല എന്നും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ തിരിച്ചറിഞ്ഞ് ജീവിതം നയിക്കാൻ വേണ്ടി ആചാര്യ ഭഗവത്പാദർ നൽകുന്ന ഉപദേശ സാരമാണ് ഈ ഉപദേശ പഞ്ചകം അഥവാ സാധന പഞ്ചകം എന്നുള്ളത്. സാധന എന്ന പദത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കുമെങ്കിൽ സാധക, സാധകൻ, സാധനേന സാധനയാൽ, സാധ്യസ്യ സിദ്ധിം സാധനോതി. സാധകൻ സാധനേന സാധനയാൽ സാധ്യത്തിന്റെ സിദ്ധി സാധിക്കുന്നു. സാധ്യത്തിന്റെ സിദ്ധി എന്ന് പറഞ്ഞാല് ഏതൊന്നാണോ നമുക്ക് പ്രാപിക്കേണ്ടത്. ഈ ഭൂമിയിലെ ജീവിതത്തെ പറ്റി നമ്മൾക്ക് എന്തറിയാം? നമ്മൾ ഇനി എത്ര ചിന്തിച്ചാലും എത്ര വിശകലനം ചെയ്താലും ശാസ്ത്രത്തെ ഉദ്ധരിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരു തരത്തിലും ഈ പ്രപഞ്ചത്തിന്റെ രീതിവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് ചിന്തിച്ചാല് ഈ പ്രപഞ്ചം ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നമുക്കറിയുമോ? ശാസ്ത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ജ്ഞാനേന്ദ്രിയ ദ്വാര നാം അനുഭവിക്കുന്നതാണ്.
ഈ ജ്ഞാനേന്ദ്രിയ ദ്വാര അനുഭവിക്കുന്ന പ്രപഞ്ചത്തെ മറ്റൊരു തരത്തിലും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള നമ്മൾ എങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ശരിയായ സ്വരൂപം അനുഭവിക്കണം എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം 3 ഡയമെൻഷണൽ ആണ്, ശാസ്ത്രം 5 ഡയമെൻഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് ശാസ്ത്രത്തിന്റെ ലേറ്റസ്റ്റ് തിയറി എന്ന് പറയുന്നത് സ്ട്രിംഗ് തിയറിയാണ്. ഈ സ്ട്രിംഗ് തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് 11 ഡയമെൻഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 11 ഡയമെൻഷണൽ യൂണിവേഴ്സ്. അത് മൾട്ടിവേഴ്സ് തിയറിയും ഉണ്ട്. നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് ഈ ഗാലക്സിയെ പോലും ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയിൽ നിന്നും ലാഖ് ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെ ഉണ്ട് എന്ന് പറയുന്നു. ഒരു അണ്ഡകടാഹം കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ഒരു ബ്രഹ്മാണ്ടം അഥവാ ഒരു ഗാലക്സി എന്ന് പറഞ്ഞാല് അത് ഏതാണ്ട് ലക്ഷം കണക്കിന് കോടിക്കണക്കിന് പ്രകാശ വർഷ അകലെയാണ്. ഇതൊക്കെ എവിടെ വെച്ച് നമുക്ക് മനസ്സുകൊണ്ട് ഊഹിക്കാൻ കഴിയും? ഇതൊന്നും ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഇന്ദ്രിയദ്വാര അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ഇങ്ങനെയല്ല എന്ന് സത്യദർശിയായ ഗുരുക്കന്മാർ, സത്യദർശികളായ ഋഷീശ്വരന്മാർ, വ്യാസനും വസിഷ്ഠനും പരാശരനും ശങ്കര ഭഗവത്പാദർ എത്തി നിൽക്കുന്ന അദ്വയ സത്യസ്വരൂപമായിരിക്കുന്ന മഹാമനീഷികൾ വളരെ ലളിതമായി നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട്, ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞേ, പ്രപഞ്ച സ്വരൂപം ബ്രഹ്മ, ത്വം ഹി ബ്രഹ്മ. ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഇഹലോകവാസത്തിൽ രസിച്ചും രമിച്ചും വൃഥാസമയം കളഞ്ഞും ഇതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആചാര്യന്മാർ ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞെ, നമുക്ക് ഇങ്ങനെയല്ല ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ട് ഈ സാധന പഞ്ചകം എന്ന 5 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ കൃതി നമ്മള് ഒന്നാമത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ട് എടുത്തുകൊണ്ട് വരുന്ന 5 ക്ലാസ്സുകൾ ഓരോ ശ്ലോകം വീതം എടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അദൃശ്യ സത്താസ്വരൂപനായിരിക്കുന്ന ഗുരുശ്രേഷ്ഠൻ എങ്ങനെയാണോ നിശ്ചയിക്കുന്നത് അതുപോലെ വരട്ടെ എന്ന് ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തായാലും ഈ സാധന പഞ്ചകത്തിന്റെ ലക്ഷ്യം തന്നെ എവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാണ്? എവിടെ നിന്നാണ് നാം നമ്മുടെ ജീവിതം ആരംഭിച്ചത്? ജീവിതം ആരംഭിച്ചത് എവിടെയെന്ന് അറിയില്ല, അവസാനിക്കുന്നത് എവിടെയെന്ന് അറിയില്ല. എങ്കിൽ ഗുരുക്കന്മാർ പറയുന്നു, നിങ്ങളുടെ സ്വരൂപം ബ്രഹ്മമാണ് എങ്കിൽ എത്തിച്ചേരേണ്ടത് താൻ ആരാണെന്ന് അറിയുന്നതിലേക്കാണ്. താൻ ആരാണെന്ന് അറിയില്ല എങ്കിൽ തൻ്റെ അന്തരംഗം വിഭ്രാന്തമാണ്, മനോവിഭ്രാന്തിയിലാണ്, മായാമോഹത്തിലാണ്. ആ മായാമോഹത്തിൽ നിന്നും മോചനം നേടുന്നതിന് ഈ സാധന പഞ്ചകം എന്ന കൃതിയെ ആസ്പദമാക്കി ലക്ഷ്യത്തിനെത്തുന്നതിനുള്ള ഉപായമായി ഓരോ സാധനയെയും നമുക്ക് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഓരോ സാധനയും നമുക്ക് അനുഷ്ഠിക്കേണ്ടത്. അപ്പൊ ഈ സാധന അനുഷ്ഠിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആണ് നമ്മളുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. ദുർലഭം ത്രയമേവൈത ദൈവ അനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. നമുക്കിതെല്ലാം ലഭിച്ചുവെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രാപിക്കേണ്ടത്? ഇപ്പോഴുള്ള നമ്മളുടെ ചിന്താഗതി, മനോഗതി എന്താണ്? ഞാൻ സാധന അനുഷ്ഠിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധന അനുഷ്ഠിക്കാൻ വളരെ ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണ ബുദ്ധിയോടെ, അരനിമിഷം പോലും കളയാതെ, പാഴാക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ
എങ്ങനെയാണ് ഇനി നമ്മളുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്, ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്യണം. തന്റെ ശ്രദ്ധ ഏതിലാണ്? ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും നാം യാത്ര ചെയ്യുന്നത്. ആ ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചയത്തിനനുസരിച്ച് നാം അതിനുള്ള ഉപായത്തെ തേടും. പക്ഷെ സാധനാ പഞ്ചകം എന്നുള്ളത് സാധകൻ സാധനയാൽ സിദ്ധിക്കേണ്ടതിനെ സിദ്ധിക്കുന്നു. സിദ്ധിക്കേണ്ടത് എന്താണ്? സ്വാത്മാവാണ്, ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ സിദ്ധിക്കണമെങ്കിൽ നാം വിനിയോഗിക്കുന്ന സാധന ഏതൊന്നാണോ അത് സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധകനില്ല. എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധകനുമില്ല, സാധനയും ഇല്ല. അവനെ സിദ്ധൻ എന്ന് വിളിക്കുന്നു. യത് ലബ്ധ്വാ പുമാൻ തൃപ്തോ ഭവതി അമൃതോ ഭവതി എന്നാണ് പ്രമാണം. അതനുസരിച്ച് നമുക്ക് ഈ ശ്ലോകങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് ആ 40 സാധനകളുടെ ഒന്നാമത്തെ സാധന പറയുമ്പോൾ എങ്ങനെ സാധന അനുഷ്ഠിക്കണം എന്ന് ശ്രദ്ധിക്കാം. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം. തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം. പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം. ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. വേദോ നിത്യമധീയതാം. വേദോ നിത്യമധീയതാം. അധീയതാം അധ്യയനം ചെയ്യുക. എപ്പോൾ? നിത്യമധീയതാം. എന്തധ്യയനം ചെയ്യണം? വേദം നിത്യവും അധ്യയനം ചെയ്യണം. ഈ വേദം നിത്യം അധ്യയനം ചെയ്യണം എന്ന് ആചാര്യ ഭഗവത് പാദർ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം വേദം ധർമ്മമൂലമാണ്. വേദോഖിലോ ധർമ്മമൂലം. ധർമ്മത്തിന്റെ മൂലം വേദമാണ്. വേദങ്ങൾ അപൗരുഷേയങ്ങളാണ്. വേദം മന്ത്രബദ്ധമാണ്. അപൗരുഷേയമാണ് എന്ന് പറയുമ്പോൾ അത് രചിക്കപ്പെട്ടതല്ല, രചിക്കപ്പെട്ടത് ശ്ലോകമാണ്. ഇപ്പൊ ആദിശങ്കര ഭഗവത് പാദൽ രചിച്ച ശ്ലോകങ്ങളാണ്. 4 പാദങ്ങളുള്ള 4 വരികളുള്ള ശ്ലോകങ്ങളാണ് ഈ സാധനാ പഞ്ചകം എന്ന ഗ്രന്ഥത്തിൽ ഉള്ളത്. എന്നാൽ വേദമാകട്ടെ അപൗരുഷേയങ്ങൾ. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതൊക്കെ കാര്യം നമുക്ക് അറിയാൻ കഴിയില്ലയോ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അറിയാൻ കഴിയില്ലയോ, ആ അറിയാൻ കഴിയാത്ത വിഷയങ്ങളെ നമുക്ക് ബോധിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് വേദം. ഇപ്പൊ നമുക്ക് ഭഗവാനാൽ ലഭിക്കപ്പെട്ടതാണ് ഈ ശരീരം. ഭഗവാനിൽ നിന്നും നമുക്ക് സംസിദ്ധമായിരിക്കുന്ന ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വേദം. നമുക്ക് ഇപ്പോഴുള്ള നാം ഓരോരുത്തരും നമ്മോട് തന്നെ സ്വസ്ഥമായിട്ട് ശ്രദ്ധയോട് അവധാനപൂർവം ഒന്ന് ചോദിച്ചു നോക്കൂ. നമുക്കറിയുമോ നമ്മളുടെ ശരീരത്തെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? സ്ഥൂല ശരീരത്തെ തന്നെ, സൂക്ഷ്മ ശരീരത്തെയും, അതായത് മനസ്സ്, ബുദ്ധി, ഞാൻ എന്ന അഹന്ത, ഇവയൊക്കെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഭൂമിയിലെ വ്യവഹാരത്തിനായി ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഉപകരണമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നാം പഠിച്ചിട്ടില്ല എങ്കിൽ അത് ദുരുപയോഗം ചെയ്യും.
അതുകൊണ്ടാണ് അപൗരുഷേയമായിരിക്കുന്ന ഈ വേദം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മനസ്സിനെ എങ്ങനെ വിനിയോഗിക്കണം, ബുദ്ധിയെ എങ്ങനെ പ്രയോഗിക്കണം, അഹന്തയെ എങ്ങനെ നോക്കിക്കാണണം, പരമമായ സത്യത്തിലേക്ക് എങ്ങനെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് അറിയത്തില്ല എങ്കിൽ ഏത് ഉപകരണം ലഭിച്ചാലും ഉദാഹരണമായി ഒരു മൊബൈൽ ഉണ്ട് എങ്കിൽ ആ മൊബൈലിന്റെ ഒരു വർക്കിംഗ് മാനുവല് നമുക്ക് കിട്ടിയില്ല എങ്കിൽ, അതിന്റെ ഹാൻഡ് ഔട്ട് നമുക്ക് കിട്ടി, അതിനെ എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ ആ മൊബൈല് നമ്മൾ ചീത്തയായിട്ട് ഉപയോഗിക്കുകയും അത് അതിന്റെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം, മനസ്സ്, ബുദ്ധി, അഹന്ത ഇവയോട് കൂടിയിരിക്കുന്ന ഈ ജീവഭാവത്തെ എങ്ങനെ ജീവഭാവത്തിൽ നിന്നും ദേവഭാവത്തിലേക്കും ദേവഭാവത്തിൽ നിന്നും ബ്രഹ്മതത്വത്തിലേക്കും ഉയർത്തണം എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന മാനുവലാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദം എന്ന പദം, അതിന്റെ അർത്ഥം, വിദ് എന്ന ധാതുവിന്റെ അർത്ഥം തന്നെ അറിയുക എന്നുള്ളതാണ്. നമ്മെ സർവ്വതും അറിയിച്ചു തരുന്നത് കൊണ്ട് അതിന് വേദം എന്ന് പറയും. വേദത്തിന് ശാസ്ത്രം എന്നും അർത്ഥമുണ്ട്. അതായത് നമ്മെ ശാസിക്കുന്നതിനാൽ, ഉപദേശിക്കുന്നതിനാൽ. എന്ത് ശാസിക്കുന്നു? ധർമ്മ അധർമ്മവും വേദയതി ഇതി വേദ. ധർമ്മം എന്ത്, അധർമ്മം എന്ത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വേദമാണ്. ആ വേദം, നമ്മളിപ്പം വേദത്തില് കർമ്മകാന്ഡമുണ്ട്, ഉപാസനാകാന്ഡമുണ്ട്, ജ്ഞാനകാന്ഡമുണ്ട്. അത് കൃത്യമായിട്ട് നാം പഠിക്കണം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇതുവരെ വേദമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇനി വേദം അഭ്യസിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ അഭ്യസിക്കാൻ കഴിയും? വേദോ നിത്യം അധീയതാം എന്നാണ് ആചാര്യ ഭഗവത് പാദർ പറഞ്ഞിരിക്കുന്നത്. ഈ ആചാര്യശ്രേഷ്ഠന്റെ ഉപദേശത്തെ നമുക്ക് എങ്ങനെ കൈക്കൊള്ളാൻ കഴിയും എന്ന് ശങ്കിക്കേണ്ട, എന്ന് ആകുലപ്പെടേണ്ട, എന്നാ ഒരു പ്രത്യേകമായ വിഷമവും വേണ്ട. പിന്നെയോ, മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥം, 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം വേദസാരമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാത്മീകി മഹർഷി ഉദ്ബോധിപ്പിച്ച രാമായണം എന്ന കാവ്യം വേദസാരമാണെന്ന് വാത്മീകി മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. വേദവ്യാസൻ മഹാഭാരതം വേദസാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരത അന്തർഹിതമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സർവ വേദാർത്ഥ സാര സംഗ്രഹമാണ്. അപ്പൊ വേദാർത്ഥ സാര സംഗ്രഹമായിരിക്കുന്ന ഓരോന്നും കഴിയും വിധം ആവും വണ്ണം ദിവസവും അധ്യയനം ചെയ്യുക, അങ്ങനെയുള്ളവ. അല്ല അത് സാധ്യമാകാത്തവർക്ക്, അത് അല്ല വേദം സാധ്യമാകുന്നവർക്ക്, വേദം നല്ല രീതിയിൽ അറിയാവുന്നവർ വേദം തന്നെ അഭ്യസിക്കണം. വേദത്തില് കർമ്മകാന്ഡങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. വേണ്ടാത്തതൊന്നും ആചാര്യന്മാര്, ഋഷിമാര്, വേദവ്യാസ മഹർഷി, ബാദരായണ, കൃഷ്ണ ദ്വൈപായനൻ നമ്മളോട് ഉപദേശിക്കില്ല. അപ്പൊ അതിനകത്ത് ഓം അഗ്നയേ സ്വാഹ എന്ന് പറഞ്ഞിട്ട് പല മന്ത്രങ്ങളും ചേർത്ത് വെച്ച് പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് ഇത് ചൊല്ലിയാൽ ധനം ഉണ്ടാകും. ഈ മന്ത്രം ഉച്ചരിച്ചാൽ എങ്ങനെ ധനം ഉണ്ടാകും? ഇതിനെപ്പറ്റി വല്ല ബോധവും ഉണ്ടോ നമുക്ക്? നമ്മള് ശ്രീസൂക്തം, രുദ്രം, പുരുഷ സൂക്തം, ഇങ്ങനെ സൂക്തങ്ങള്, സുഷ്ടു ഉക്തം, നന്നായി പറഞ്ഞിരിക്കുന്ന സൂക്തങ്ങളുണ്ട് വേദത്തില്. ഈ സൂക്തം ഇപ്പം തന്നെ മേധാസൂക്തം, ഏതെല്ലാം തരത്തിലുള്ള സൂക്തങ്ങളും വാക്യങ്ങളും ഉദ്ധരണികളും മന്ത്രങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്. കർമ്മകാന്ഡ ഭാഗത്തില് കർമ്മകാന്ഡങ്ങൾ ഏത് രീതിയിൽ അനുഷ്ഠിക്കണമെന്നുള്ളത് ശരിയാവണ്ണം ശ്രവണം ചെയ്ത് ഉപദേശം ലഭിച്ച് വേദം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയേ നാം അത് ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും ഇങ്ങനെ ചെയ്താല് അത് ലഭിക്കും എന്ന് പറഞ്ഞാൽ, അഗ്നിക്ക് സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെ പറ്റി നമുക്കറിയില്ല. കാരണം ഏതിനും ദൃഷ്ടഫലവുമുണ്ട്, അദൃഷ്ടഫലവും. നമ്മളുടെ ചിന്തകൾക്ക്, വാക്കുകൾക്ക് ദൃഷ്ടഫലമുണ്ട്, അദൃഷ്ടഫലമുണ്ട്. നമുക്കിതൊന്നും നിശ്ചയിക്കാൻ കഴിയും. കാരണം ഈ മന്ത്രം അപൗരുഷേയമാണ്. ഇഷ്ടപ്രാപ്തിയും അനിഷ്ട പരിഹാരയോഹോ അലൗകികമുപായം യോ ഗ്രന്ഥോ വേദയതി സ വേദഃ എന്നാണ് സായണാചാര്യർ വേദത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടപ്രാപ്തി അനിഷ്ട പരിഹാരയോഹോ, അനിഷ്ടം വരാതിരിക്കുന്നതിനും ഇഷ്ടം വരുന്നതിനും
അലൗകികമായിരിക്കുന്ന ഉപായം നമ്മളുടെ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കാൻ പറ്റില്ല. മേധ കൊണ്ടെന്ന് അളന്നെടുത്തു കളയാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപത്തെ 11 ഡയമെൻഷൻ എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുമ്പോൾ അതിനങ്ങേപ്പുറത്ത് വളരെ കൃത്യമായി സ്പഷ്ടമായി പ്രപഞ്ചത്തിന്റെ സ്വരൂപം സ്വാനുഭവപ്പെടുത്തി ശാസ്ത്രീയമായി യുക്തിഭദ്രമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കുഞ്ഞെ, നീ എത്ര ഇന്ദ്രിയദ്വാര അറിഞ്ഞുകൊണ്ടിരുന്നാലും അത് പരിമിത ജ്ഞാനമാണ്, അയഥാർത്ഥ ജ്ഞാനമാണ്, മായാജ്ഞാനമാണ്. യഥാർത്ഥത്തിൽ നീ ഈ വസ്തുവിനെ അറിയുന്നില്ല. മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും കടന്നു നിന്നുകൊണ്ട് നീ അറിയൂ. അതിനെ ഉദ്ബോധിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വേദം. അപ്പോൾ ആ വേദത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്? ധർമ്മ അധർമ്മവും വേദയതീതി വേദ എന്ന് പറഞ്ഞു. ധർമ്മ അധർമ്മങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതാണ് വേദം. ഇപ്പൊ നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് പോയാല്, നമ്മൾ ഒരു മനോഹരമായ ഇല കാണുന്നു. ആ ഇലയുടെ അതിന്റെ സിരകൾ ഓരോന്നും പോയിരിക്കുന്നത്, അതിന്റെ നടുക്കലത്തെ മുഖ്യ സിര, അതിന്റെ ബ്രാഞ്ചസ്, അതിന്റെ ചെറുസിരകള്, അതിന്റെ പച്ചപ്പ്, മനോഹരമായിരിക്കുന്ന പച്ചപ്പും ഒക്കെ കാണുമ്പോൾ ഒരു ഇലയെ കണ്ടുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കാണുന്നതിനും അനുഭവിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ഒക്കെ ശ്രദ്ധയുള്ളവര് ഉണ്ട്. അപ്പൊ അത് കാണുന്നവര്, ഒരു ഇല കാണുന്നവര് ആ ഇലയുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ അതേ സമയം തന്നെ ആ ഇല ചേർത്ത് വെച്ചിരിക്കുന്ന അതിന്റെ ബ്രാഞ്ചിലേക്ക് ശ്രദ്ധ പോകും. അതിനൊരു ശിഖരമുണ്ട് എന്ന് ശ്രദ്ധ പോകും. ശിഖരത്തിലേക്ക് ശ്രദ്ധ പോകുന്നവർക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ മുഖ്യ തായ്തടിയിലേക്ക്, അതിന്റെ മുഖ്യ തടിയിലേക്ക് ഒരു ശ്രദ്ധ പോകും. ആ മുഖ്യ തടിയിലേക്ക്, തായ്തടിയിലേക്ക് ശ്രദ്ധ പോകുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും, തായ്തടി നിലനിൽക്കുന്നത് വേരുകളിലാണ്. വേരുകളെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും, വേരുകൾ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വായുവിൽ നിന്ന് വായുവും ശേഖരിച്ച് സൂര്യന്റെ സഹായത്തോടു കൂടി ഭൂമിയുടെയും വായുവിന്റെയും ജലത്തിന്റെയും, അതായത് പഞ്ചഭൂതങ്ങളുടെ സഹായത്തോടു കൂടി നിലനിൽക്കുന്നതാണ് ഈ വൃക്ഷമെന്നും, ഈ പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്നതിന് ആധാരമായിരിക്കുന്ന പഞ്ചഭൂതരഹിതമായിരിക്കുന്ന ഒരു തത്വം അതിനങ്ങേ പുറത്ത് ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഇതിലെല്ലാത്തിലും അനുപ്രവേശിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നും കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വാക്കുകൾ നിർഗളിക്കുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരുന്നതിന് കാരണമായിരിക്കുന്ന വേരിനെ ശ്രദ്ധിക്കാൻ കഴിയും. ഇലയെ കണ്ടപ്പോൾ ശിഖരത്തെയും, ശിഖരത്തെ കാണുമ്പോൾ തായ്തടിയെയും, തായ്തടിയെ കാണുമ്പോൾ വേരിനെയും, വേരിനെയും ഇലയെയും പുഷ്പത്തെയും സൂര്യനെയും വായുവിനെയും ജലത്തെയും പഞ്ചഭൂതങ്ങളെയും അപാഞ്ച ഭൗതിക സത്തയായിരിക്കുന്ന അനന്ത വൈഭവത്തെയും ശ്രദ്ധിക്കാൻ മേധാശാലിക്ക് കഴിയുമെങ്കിൽ ആ മേധാശാലി വാക്കുകൾ വരുന്നതിന് കാരണമായിരിക്കുന്ന ആ വോക്കൽ കോഡിന്റെ വൈബ്രേഷനെ ശ്രദ്ധിക്കുമ്പോൾ, ഹൃദയത്തെ ശ്രദ്ധിക്കുമ്പോൾ, ഹൃദയത്തെ അങ്ങനെ ചേതനവത്താക്കിയിരിക്കുന്ന ഈ വാക്കുകളെ നിർഗളിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വോക്കൽ സെന്റർ ബ്രെയിനില്, അത് ബ്രോക്കാസ് ഏരിയ, ബ്രോക്കാസ് ഏരിയയെ കണ്ട് മുഖ്യ ലൈഫ് എനർജി, ആ ലൈഫ് എനർജിയെ നിലനിർത്തുന്ന നമ്മളുടെ മൂലാധാരസ്ഥിതമായിരിക്കുന്ന കുണ്ടലിനി ശക്തി, ആ കുണ്ടലിനി ശക്തി ഇൻഡിവിജ്വൽ എനർജി എന്ന് പറയുമ്പോൾ ഇൻഡിവിസിബിൾ എനർജി, ആ ഇൻഡിവിസിബിൾ എനർജിക്കും കാരണമായിരിക്കുന്ന യൂണിവേഴ്സൽ എനർജി. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഊഹിക്കാൻ പറ്റില്ല, അനന്തമായിരിക്കുന്ന, ഭാഗിക്കാൻ കഴിയാത്ത ആ ശക്തി വൈഭവമാണ് ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടിയും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് ധർമ്മം. ആ ധർമ്മത്തെ ബോധിക്കുന്നതിന് വേണ്ടി നിരന്തരം നാം വേദം അഭ്യസിക്കണം. അതിനുവേണ്ടി മാത്രമല്ല, നാം ഏത് തരത്തിലാണോ നിലനിൽക്കുന്നത്, ഓരോ വ്യക്തിയുടെയും മുഖം ഓരോ തരത്തിലായിരിക്കുന്നത് പോലെ തന്നെ ഓരോ വ്യക്തിയും അവരവർ നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് ഉയരുന്നതിന്, കർമ്മകാണ്ഡ പ്രോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവരുടെ ആന്തരിക നില വികസിച്ചിട്ടുണ്ട് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും വേദം അനുശാസിക്കുന്ന രീതിയിൽ കർമ്മകാണ്ഡ പ്രോക്തങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കാം.
പക്ഷെ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എങ്ങനെയായിരിക്കണം, എത്ര നേരം അനുഷ്ഠിക്കണം, ഏത് തരത്തിൽ അതിനെ അനുഷ്ഠിക്കണം എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ വേദം നമുക്ക് അലൗകിക വിഷയമാണ് പറഞ്ഞു തരുന്നത്. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബോധ്യപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്ന് പറയുമ്പോൾ, ഉപദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, ജീവൻ എന്താണ്, ജഗത്ത് എന്താണ്, ജീവന്റെ വ്യവഹാരം എന്താണ്, ഈ ജീവൻ എവിടെ അവസാനിക്കുന്നു എന്നിങ്ങനെ ഇതെല്ലാം വളരെ കൃത്യമായി സ്പഷ്ടമായിട്ട് വേദം വെളിപ്പെടുത്തി തരും. ഇതിന്റെ സൃഷ്ടികർത്താവ് ആരാണ്, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇതെവിടേക്കാണ് പോകുന്നത്, ഇങ്ങനെ ജീവിതത്തിന്റെ മാനുവലാണ് വേദം. ഈ വേദസാരമായിരിക്കുന്ന ഏത് ഗ്രന്ഥം വേണമെങ്കിലും നിങ്ങൾക്ക് നിത്യവും അനുഷ്ഠിക്കാം. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മള് മനുഷ്യനാണ് എന്ന് ആവർത്തിച്ച് ചിന്തിക്കേണ്ട കാര്യം ആർക്കെങ്കിലും വരുന്നുണ്ടോ? മനുഷ്യനാണ് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാലും ആ ഉണർത്തുന്ന സമയത്തും നിങ്ങളുടെ മനുഷ്യനാണ് എന്ന് പറയാതെ തന്നെ അറിയുന്നത് പോലെ, അഹം ബ്രഹ്മ എന്ന് പറയാതെ അനുഭവത്തില് സദാ ഉണ്ടായിരിക്കണം. ആ അനുഭവ തലത്തിലേക്ക് ഉയരുന്നതിന് ഈ ജീവിത നാടകം, ജീവിത ലീല എങ്ങനെയാടണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഗ്രന്ഥസാരമാണ്, ജീവിതത്തിന്റെ മാനുവലാണ് ഈ വേദം. ഈ വേദത്തിന് പല തരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങളെല്ലാം നമ്മൾ എടുത്ത് ഇപ്പോൾ വിശകലനം ചെയ്യുന്നില്ല. എന്തായാലും വേദം പരമമായി ഉദ്ഘോഷിക്കുന്നത് അഹം ബ്രഹ്മാസ്മി ത്വം ഹി ബ്രഹ്മ ജഗത് ബ്രഹ്മ സർവം ഖല്ലിദം ബ്രഹ്മ എന്നുള്ളതാണ് എന്ന് സ്വഹൃദയത്തിൽ അടിയുറയ്ക്കുന്നതിന് ഏത് തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം? നിത്യം വേദം അധീയതാം. എന്തുകൊണ്ടാണ് നിത്യവും വേദം അധ്യയനം ചെയ്യേണ്ടത്? നമ്മള് ഇപ്പോൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കാൻ തുടങ്ങുന്നത്? ഇതാണ് ഞാൻ ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് എന്ന് പറഞ്ഞത്. നിത്യം വേദം അഭ്യസിക്കണം, സാധന ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഇവിടെ ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്? സമാധാനമാണോ? ആണോ? ശാന്തിയാണോ? സ്വസ്ഥതയാണോ? സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള ജീവിതചര്യയാണോ നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്? ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? എന്ന് പഠിച്ചിട്ടുണ്ടോ? ചിന്തകൾ എങ്ങനെയാണ് നമ്മെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്? നാം എങ്ങനെയാണ് ജീവിതത്തെ വീക്ഷിക്കുന്നത്? നാം ലക്ഷ്യം നിജപ്പെടുത്തിയിട്ടുണ്ടോ? ആത്മീയ പന്ഥാവിൽ കൂടി സഞ്ചരിച്ച് ഈ മനുഷ്യ ജന്മം തന്നെ ഈ സത്യം സാക്ഷാത്കരിക്കണമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടോ? അതോ ധന ജന യൗവന ഗർവത്തിൽ കഴിഞ്ഞുകൂടണമെന്നാണോ വിചാരിക്കുന്നത്? സമ്പത്തിലും ബന്ധുബലത്തിലും യൗവനത്തിലും ശാരീരിക ആരോഗ്യത്തിലും ഒക്കെ ഭ്രമിച്ച് ബദ്ധനായി ജീവിതം നയിക്കണമെന്നാണോ താൻ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമല്ല ഇത്. സ്വയം താൻ തന്നോട് ചോദിക്കണം. ഇനിയും എന്റെ ഓരോ നിമിഷവും എങ്ങനെ കഴിഞ്ഞുകൂടണം? നിത്യം വേദം അധീയതാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ധാർമ്മികമായി ജീവിക്കണം. ഇനിയുള്ള നിമിഷത്തിൽ എന്റെ ജീവിതത്തില് ധാർമ്മികമല്ലാതെ ഒരു നിമിഷം പോലും കടന്നു പോകരുത്. ധാർമ്മികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മനസ്സ വാച കർമ്മണ ആത്മ ചൈതന്യത്തിന്റെ സാന്നിധ്യം ഒരു സമയം പോലും വിസ്മരിച്ചു പോകരുത്. വിസ്മരിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? എങ്ങനെ സത്സംഗത്വം നമുക്ക് എപ്പോഴും ഉണ്ടാകും? സത്വമായി സംഘം ചെയ്തിരിക്കണം. അത് കേവലം കുറച്ചു സമയം മാത്രം പോരാ. കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും അതിന്റെ തായ്വേരായിരിക്കുന്ന, അതിന്റെ മൂലമായിരിക്കുന്ന
ധർമ്മത്തിന്റെ മൂലമായിരിക്കുന്ന വേദം അനുശാസിക്കുന്ന മഹതുപദേശങ്ങളെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അതിന്റെ പരമമായ ചൈതന്യം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് സ്നേഹധാവള്യം സർവത്ര പൂർണ്ണമായി വിരാജിക്കുന്നത് അന്തജ്ഞാനത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് കാണാൻ കഴിയണം. ആ അന്തർജ്ഞാനത്തിന്റെ അപരിമേയമായ ധവളിമ സ്വസ്വരൂപമായി നമുക്ക് വീക്ഷിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സത്തുമായി സംഘം ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കണം. എന്ത് സംസാരിച്ചാലും ആ സത്തിനെ വിസ്മരിക്കരുത്. എന്ത് പറഞ്ഞാലും ആ സത്തിനെ വിസ്മരിക്കരുത്. എന്ത് ചെയ്താലും ആ സത്തിനെ വിസ്മരിക്കരുത്. നിത്യം അധീയതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തതുദിതം കർമ്മസു കർമ്മസ്വനുഷ്ഠീയത കർമ്മസു അനുഷ്ഠീയത. നല്ല രീതിയില് അതേ രീതിയിൽ രണ്ടാമത്തെ സാധനം അതാണ്. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സത്തിനോടാണോ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അസത്തിനോടാണോ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അസത്തിനോടാണ് എങ്കിൽ നാം സ്വയം സാർത്ഥരായി സ്വയം അധപ്പതിക്കുന്നതിനുള്ള മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വയം താൻ തന്നെ ഉദ്ധരിക്കണം. ഉദ്ധരേതാത്മനാത്മാനം നാ ആത്മാനം അവസാദയേ. ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. ഹൃദയ ദൗർബല്യങ്ങൾ തന്നെ ഗ്രസിക്കരുത്. അഷ്ടരാഗങ്ങൾ തന്നെ കടന്നാക്രമിക്കരുത്. അഹന്ത തന്നിൽ ജൃംഭിക്കരുത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണം. അതിന് താൻ എങ്ങനെ അഭ്യസിക്കണം? താൻ തന്നെ കുറിച്ചൊന്ന് ഭാവന ചെയ്യണം. ഹൗ ഷുഡ് ഐ ബി? ഞാൻ എങ്ങനെയായിരിക്കണം? ആ ഭാവന ഈ നമ്മളുടെ വിൻസെന്റ് വാൻഗോഗിനോട്, പ്രസിദ്ധ ചിത്രകാരനായ വാൻഗോഗിനോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വാൻഗോഗ് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഐ ഡ്രീം മൈ പെയിന്റിംഗ്, then I paint my dream. I dream my painting, then I paint my dream. ഇത് നമുക്ക് ഏവർക്കും ഉള്ള ഒരു ഉപദേശമാണ്. നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് നല്ലൊരു ഭാവന ഉണ്ടായിരിക്കും, നല്ലൊരു സ്വപ്നം ഉണ്ടായിരിക്കും. ആ സ്വപ്നത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റൂ. നമ്മളുടെ ചിന്തകളാകട്ടെ, ഭാവനയാകട്ടെ, വികാരമാകട്ടെ, ഏതുമാകട്ടെ, അതിനെ നിജപ്പെടുത്തുന്ന പ്രക്രിയയോട് കൂടി മാത്രം വേദം അഭ്യസിച്ചാലേ അത് പ്രയോജനപ്പെടും. നമുക്ക് അർത്ഥം അറിയാതെ വേദം അഭ്യസിച്ചാലും ഗീത ഉച്ചരിച്ചാലും മഹാഭാരതം പഠിച്ചാലും രാമായണം പഠിച്ചാലും അർത്ഥം അറിയാതെ പഠിച്ചാലും കാലക്രമേണ അതിന്റെ അർത്ഥമൊക്കെ തെളിഞ്ഞു കിട്ടും. അതിന് കാലം നഷ്ടപ്പെടുത്തണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ ഒന്ന് സ്വയമേ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാം, പാകപ്പെടുത്തിയെടുക്കാം. ആ പാകപ്പെടുത്തലിന് വേണ്ടിയാണ് നാം ഇങ്ങനെ പറയുന്നത്. എങ്ങനെയായിരിക്കണം നമ്മളുടെ ജീവിതം? അപ്പൊ അത് യു ഹാവ് ടു ഡ്രീം യുവർ ലൈഫ് ഹൗ ഇറ്റ് ഷുഡ് ബി. അതുകൊണ്ടാണ് ഈ വാക്ക് ഐ ഡ്രീം മൈ പെയിന്റിംഗ്, ദെൻ ഐ പെയിന്റ് മൈ ഡ്രീം. അപ്പൊ നമ്മൾ അത് വളരെ കൃത്യതയോടുകൂടി, സ്പഷ്ടമായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇതിന് ഡേവിഡ് ആർ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം അദ്ദേഹം ഈ ഭാവനയിൽ ചെയ്യുന്നതും ഫിസിക്കലായിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ ഒന്ന് പഠനം നടത്തി നോക്കിയതാണ്. അദ്ദേഹം പിയാനോ വായിക്കുന്നവരുടെ 2 ഗ്രൂപ്പ് തയ്യാറാക്കി. ഒന്ന് കൺട്രോൾ ഗ്രൂപ്പ്, ഒന്ന് റിയൽ ആയിട്ട് പിയാനോ ഫിംഗേഴ്സ് ഉപയോഗിച്ച് വായിക്കുന്നവരുടെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭാവനയില് പിയാനോ വായിക്കുന്നവരുടെ ഗ്രൂപ്പ്. അപ്പൊ ഒന്ന് റിയൽ ആയിട്ട് പിയാനോ വായിക്കുന്നവരുടെ ഗ്രൂപ്പ്, ഫസ്റ്റ് 5 days അവർ പിയാനോ വായിക്കണം എന്നുള്ളത് ആ ഗ്രൂപ്പിനോട് പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് ഭാവനയിൽ 5 ദിവസം പിയാനോ വായിക്കാൻ കൊടുത്തു. മൂന്നാമത്തത് കൺട്രോൾ ഗ്രൂപ്പ്. 3 ഗ്രൂപ്പിന്റെയും ന്യൂറോ മാപ്പിംഗ്, ബ്രെയിൻ മാപ്പിംഗ് കംപ്ലീറ്റ് എല്ലാ സ്റ്റഡീസും എവിടെ ഫിംഗർ മൂവ്മെന്റ് നടക്കുമ്പോൾ എവിടെയാണോ ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നത് അവിടെ കേന്ദ്രീകരിച്ച് ബ്രെയിൻ മാപ്പിംഗ് നടത്തി കംപ്ലീറ്റ് സ്റ്റഡി എടുത്തപ്പോൾ
റിയൽ ആയിട്ട് വായിച്ചവരുടെയും ഇമാജിനേഷനിൽ വായിച്ചവരുടെയും ബ്രെയിൻ ചേഞ്ചസ് ഒരുപോലെയാണെന്നുള്ള പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ആധ്യാത്മിക ശാസ്ത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, എന്താണോ ഭാവന ചെയ്യുന്നത് അതായി തീരുന്നു. ബദ്ധാഭിമാനി ബദ്ധോ ഭവതി, മുക്താഭിമാനി മുക്തോ ഭവതി. ബദ്ധനാണ് എന്ന് ചിന്തിക്കുന്നവൻ ബദ്ധനായി തീരുന്നു, മുക്തനാണ് എന്ന് ചിന്തിക്കുന്നവൻ മുക്തനായി തീരുന്നു, ദുഃഖിതനാണ് എന്ന് ചിന്തിക്കുന്നവൻ ദുഃഖിയായി തുടരുന്നു, ശാന്തനാണ് എന്ന് ചിന്തിക്കുന്നവൻ ശാന്തനായി തീരുന്നു. ഞാൻ കോപിയാണ് വിഷമഗ്രസ്തനാണ് എന്ന് ചിന്തിക്കുന്നവൻ കോപിയും വിഷമഗ്രസ്തനുമായി തീരുന്നു. ഞാൻ എന്താണ്? ഞാൻ സാധകനാണ്. ഞാൻ ആ സാധ്യത്തിന് വേണ്ടി പല ഉപായങ്ങൾ, ആചാര്യ ഭഗവത് പാദർ നിഷ്കർഷിച്ചിരിക്കുന്ന ഉപായങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിതം നയിക്കുന്നവനാണ്. എനിക്ക് ശ്രദ്ധയുണ്ട്, ശാസ്ത്രത്തില് വിശ്വാസമുണ്ട്, ഗുരുവിങ്കല് ഭക്തിയുണ്ട്, എന്റെ ആചാര്യന്റെ വചനങ്ങളെ എന്റെ ഹൃദയ സ്പന്ദനമായിട്ട് ഞാൻ വഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഭാവന ചെയ്യുന്നുവോ, ആ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിതം മാറുന്നു. അപ്പൊ നമുക്ക് വേണ്ടി സ്വസ്ഥത മറ്റാർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. മറ്റാർക്കും സ്വല്പം ആനന്ദം നമ്മളുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ കഴിയില്ല. നമ്മളുടെ ചിന്ത കൊണ്ട് നാം അസ്വസ്ഥരാകുന്നു. ചിന്താരാഹിത്യത്താൽ ചിന്തയുടെ അധിഷ്ഠാനമായിരിക്കുന്ന സ്വസ്വരൂപത്തില് അരൂപത്തില് ആ അഭേദ സ്വച്ഛന്ത സ്ഥിതിയില് നാം ഏകമായി ഭവിക്കുന്നു. ആ ഏകത്വ ദർശന അനുഭൂതിയിൽ വിരാജിക്കാൻ കഴിയും. ഇത് നമുക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയും. അതിന് ജീവഭാവം അസത്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഇത് പാടാനുള്ളതല്ല, ഒറ്റയ്ക്കിരുന്ന് ഒരു അരമണിക്കൂർ ചിന്തിച്ചാലും പ്രശ്നമില്ല. ദിവസവും 10 മിനിറ്റ് നാം ഇത് ധ്യാനം ചെയ്താലും കുഴപ്പമില്ല. നമ്മളുടെ മഹാകവി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത് ലളിതമായ വരികളിലൂടെയാണെങ്കിലും മഹത്തായ ഒരു ഉപദേശമാണ്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. സ്വർഗവും നരകവും നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത്, വേറെ ആരും സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണം, എങ്ങനെ നിജപ്പെടുത്തണം, ഏത് ചര്യയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകേണ്ടത്. അതിനെങ്ങനെ അഭ്യസിക്കണം ഈ സാധന എന്നുള്ള കാര്യം കൂടി നിങ്ങളോടൊപ്പം ഒന്ന് ഹൃദയ സംവാദം നടത്തിയിട്ട് ഈ സാധനയിലേക്ക്, വേദത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കും. നമുക്കിതിൽ എക്സൽ ചെയ്യണം. എക്സൽ ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മൾ വെറുതെ അങ്ങ് സാധന അനുഷ്ഠിച്ച് പോകാൻ പോവുകയല്ല. എത്ര ഗംഭീരമായ രീതിയിൽ നമുക്ക് സാധന അനുഷ്ഠിക്കാൻ കഴിയുമോ അതേ രീതിയിൽ നമുക്ക് സാധന അനുഷ്ഠിക്കേണ്ടതായിരുന്നു. ആ സാധന അനുഷ്ഠിച്ച് നമുക്ക് സാധ്യത്തെ സിദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധ്യം സ്വരൂപമാണ്, വേറെങ്ങുമല്ല. ആ അനന്തമായിരിക്കുന്ന ബോധം അന്തരംഗത്തില് നിറഞ്ഞു വിളങ്ങുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് ഈ ബഹിർമുഖത്വം ഒന്ന് ഉപേക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് നിങ്ങളോടൊപ്പം മറ്റൊരു ശാസ്ത്രത്തിന്റെ പഠനം കൂടി പങ്കുവയ്ക്കണമെന്ന് തോന്നുകയാണ്. ദ റോഡ് ടു എക്സലൻസ് എന്ന ഒരു പുസ്തകം ഒരു സ്വീഡിഷ് സൈക്കോളജിസ്റ്റ് ആയ ഇന്ന് ഏറ്റവും വളരെ പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ദ റോഡ് ടു എക്സലൻസ്. ആൻഡേഴ്സ് എറിക്സൺ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഒരു സോഷ്യൽ റിസർച്ചർ കൂടിയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഈ അമേരിക്കയിലുള്ള കുട്ടികളൊക്കെ ഒരു 5 വയസ്സാകുമ്പോ തന്നെ നല്ല രീതിയിൽ വയലിൻ വായിക്കുന്നവരായി മാറുന്നു. വയലിൻ വായിക്കുന്നവരെന്നല്ല, അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, വേൾഡ് ക്ലാസ് പെർഫോമേഴ്സ് ആയിത്തീരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി. ആ പഠനം ഇങ്ങനെയാണ്: എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ബൈബർത്ത് കിട്ടിയതാണോ, ജനറ്റിക്കലി കിട്ടിയതാണോ, അതോ ഇവരെ ആർജിച്ചെടുത്തതാണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു നല്ല പഠനം. ഈ പഠനം നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ആധ്യാത്മിക ശാസ്ത്രത്തിന് പുരുഷ പ്രയത്നത്തിനാണ് പ്രസക്തി. മനുഷ്യ ജന്മം സംസിദ്ധമായാൽ
പിന്നെ നാം എങ്ങനെയാണ് ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിന് പുരുഷ പ്രയത്നം എന്ന് പറയും. എല്ലാറ്റിനും നാം വിധിയെ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകരുത് എന്ന് പഠിപ്പിക്കുന്നതിനാണ് ആധ്യാത്മിക ശാസ്ത്രം, വേദം പുരുഷ പ്രയത്നത്തിന് പ്രസക്തി നൽകിയിരിക്കുന്നത്. നമ്മളുടെ ചിന്തയെ, നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ജീവഭാവത്തെ ഏത് രീതിയിൽ ഈ ലൗകിക വ്യവഹാരത്തിൽ കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന മഹതുപദേശം. എന്തായാലും നമ്മളുടെ ആൻഡേഴ്സ് എറിക്സണിലേക്ക് വരാം. അദ്ദേഹം ഈ കുട്ടികളെ എടുത്തു നോക്കി, 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കിയപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സില് അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നിട്ട് എഴുതിയ ഒരു ഗ്രന്ഥം, ദ റോൾ ഓഫ് ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇൻ ദ അക്വിസിഷൻ ഓഫ് എലീറ്റ് പെർഫോമൻസ്. ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയത് ദ റോൾ ഓഫ് ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇൻ ദ അക്വിസിഷൻ ഓഫ് എലീറ്റ് പെർഫോമൻസ് എന്നാണ് അദ്ദേഹം എഴുതിയത്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാല്, ആദ്യത്തെ 2 ക്ലാസ് വായിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും മിക്ക കുട്ടികളും 3 മണിക്കൂർ ആഴ്ചയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഏതാണ്ട് 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 6 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യുന്നവര് ഉണ്ടായി എന്ന് മനസ്സിലായി. കുറച്ചുകൂടി ക്ലാസ് മുന്നോട്ട് പോയപ്പോഴേക്ക് അതിൽ ചില കുട്ടികള് 15 മുതൽ 20 മണിക്കൂർ വരെ ആഴ്ചയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ. 3 മണിക്കൂർ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവരിൽ നിന്നും 6 തൊട്ട് 7 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നവർ സ്കൂൾ ഓർക്കസ്ട്രയിൽ ഇടം നേടുന്നതായിട്ടും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും. ഈ സ്കൂൾ ഓർക്കസ്ട്രയിൽ ഇടം നേടിയവരിൽ മിക്ക കുട്ടികളും കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ തന്നെയും അതില് 15 മുതൽ 20 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യുന്നവർ നല്ലതുപോലെ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, 30 മണിക്കൂർ ആഴ്ചയില് പ്രാക്ടീസ് ചെയ്തവര് 20 വയസ്സായപ്പോഴേക്കും 10,000 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തവരായി തീരുകയും അവര് വേൾഡ് ക്ലാസ് പെർഫോമേഴ്സ് ആവുകയും ചെയ്തു. ഈ പഠനം അവര് തുടർന്നു കൊണ്ടുപോയപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി: 10,000 അവേഴ്സ് ഓഫ് പ്രാക്ടീസ് എക്സൽ ചെയ്യാൻ സഹായിക്കും എന്ന് മനസ്സിലായി. ഈ 10,000 അവേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലും നമുക്ക് എക്സൽ ചെയ്യണമെങ്കിൽ നിരന്തരമായ അഭ്യാസം വേണം. ഇത് നമ്മളുടെ ദ റോഡ് ടു എക്സലൻസ് എന്ന ഗ്രന്ഥം എഴുതിയ ആൻഡേഴ്സ് എറിക്സൺ എന്ന സ്വീഡിഷ് സൈക്കോളജിസ്റ്റ് അല്ല പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അഭ്യാസേന കൗന്ദേയ, നിനക്ക് മനസ്സിനെ നിഗ്രഹിക്കണമെങ്കിൽ നീ അഭ്യസിക്കണം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധക. ചിത്തവൃത്തികളെ നിയന്ത്രിക്കണമെങ്കിൽ അഭ്യാസവും വിരാഗതയും ഉണ്ടായിരിക്കണം, വൈരാഗ്യവും ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം വളരെ വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് നമ്മളുടെ ഈ സാധനയെ ഒന്ന് ചിട്ടപ്പെടുത്തണം. എന്താണ് ലക്ഷ്യമെന്ന് ചിട്ടപ്പെടുത്തണം. ഓരോ ദിവസവും താൻ തന്നെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം പഠിക്കണം. പഠിച്ചിട്ട് ലക്ഷ്യം നിജപ്പെടുത്തിയിട്ട് സത്സംഗത്വേ നിസംഗത്വം, സത്വമായിട്ട് സംഘം ചെയ്യുന്നതിന് വേണ്ടി നാം മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ട് തതുദിതം, അപ്പൊ വേദം പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്രാപ്തിക്ക്, അനിഷ്ട പരിഹാരത്തിന്, ഇങ്ങനെ പലതരത്തിലും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ആചാര്യ ഭഗവത്പാദർ പറഞ്ഞിരിക്കുന്ന നിത്യവും വേദം അധ്യയനം ചെയ്യണം എന്നുള്ള പാഠത്തിന് വേണ്ടി നാം സ്വയം നമ്മെ സജ്ജരാക്കണം. ഒന്നാമത്തെ സാധനം. ഇനി നമ്മള് ദിവസവും അരമണിക്കൂർ, ആ അരമണിക്കൂർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആ സ്പന്ദനം, ആ നമ്മളുടെ ശ്രദ്ധ ആ ദിവസം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നമ്മളുടെ അഭ്യാസം ഗംഭീരമായിരിക്കും. 10,000 അവേഴ്സ് ഒക്കെ വളരെ നിസ്സാരമായിട്ട് ഒരാൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ
നിത്യവും വേദം അഭ്യസിക്കണം. വേദത്തിന്റെ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇത് കൂടുതൽ ദീർഘിപ്പിച്ച് പറയണം എന്ന് വിചാരിക്കുന്നില്ല. തതുദിതം, അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയില് കർമ്മ സു അനുഷ്ഠീയത, കർമ്മങ്ങൾ നന്നായിട്ട് അനുഷ്ഠിക്കണം. അതിനെന്ത് ചെയ്യണം? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ചക്ക മുറിക്കുന്നതിന് മുമ്പ് ആ ചക്ക ചുളഞ്ഞ് കയ്യിൽ പറ്റാതിരിക്കുന്നതിന് എണ്ണ ഉരട്ടണം. എണ്ണ ഉരട്ടിയിട്ട്, നമുക്കറിയാം, എണ്ണ ഉരട്ടിയിട്ട് ചക്ക മുറിച്ചാല് ചക്ക ചുളങ്ങി നമ്മളുടെ കയ്യിൽ പറ്റില്ല. അതുപോലെ ഈ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ഈ ലോകം നമ്മളുടെ ഉള്ളിൽ കയറരുത്. എന്നാൽ നാം ലോകത്തിൽ വസിക്കണം. അതിനും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഗുരുദേവൻ പറയുന്നത് ഇങ്ങനെയാണ്: വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ, വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ, എന്നാൽ വെള്ളം വള്ളത്തിൽ കയറിയാലോ? നാം ഈ ലോകത്തിൽ വ്യവഹരിച്ചോട്ടെ, പക്ഷെ ഈ ലോകം നമ്മളുടെ ഉള്ളിൽ കയറരുത്. അതെങ്ങനെ വ്യവഹരിക്കാൻ കഴിയും? അതാണ് എണ്ണ ഉരട്ടിയിട്ട് ചക്ക മുറിക്കുന്ന പ്രക്രിയ. എണ്ണ ഉരട്ടിയിട്ട് ചക്ക മുറിക്കുക എന്ന് പറഞ്ഞാല് ഈ വേദജ്ഞാനം, വേദസാരം, ധർമ്മസാരം നന്നായി ഗ്രഹിച്ച് ആ സകല കർമ്മ അനുഷ്ഠാന വേളയിലും ആ കർമ്മത്തിന് മുമ്പേ നിലനിൽക്കുന്നത് കർമ്മരഹിതമായിരിക്കുന്ന ആത്മാവാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ കർമ്മം അനുഷ്ഠിക്കണം. അപ്പൊ നമ്മൾ കർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ ലോക വ്യവഹാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധയോടെ നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാഹ്നത്തിലും കഴിയുമ്പോഴൊക്കെ ശ്രദ്ധയെ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് വേദം ഉപദേശിക്കുന്ന ധർമ്മബോധത്തിലേക്ക്, സ്വാർത്ഥതാരാഹിത്യത്തിലേക്ക്, മമത്വരാഹിത്യത്തിലേക്ക്, അഹന്താരാഹിത്യത്തിലേക്ക്, ഞാനെന്ന ജീവഭാവത്തിന്റെ ഒഴിവാകൽ സംഭവിപ്പിക്കുന്ന തരത്തിലുള്ള കർമ്മ അനുഷ്ഠാനത്തിന് വേണ്ടി ശ്രദ്ധയെ നയിക്കണം. അതായത് ഗുരുവാക്യത്തിലും ശാസ്ത്രത്തിലും നല്ല വിശ്വാസം, നല്ല നല്ല ദൃഢമായ ബോധം അല്ലേ? തതുദിതം, അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയില് കർമ്മ സു അനുഷ്ഠീയത, നല്ലവണ്ണം അനുഷ്ഠിക്കണം. അപ്പൊ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കണം. അതിപ്പോ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, പ്രായശ്ചിത്ത കർമ്മം, നിഷിദ്ധ കർമ്മം എന്ന 5 തരത്തില് കർമ്മമുണ്ട്. നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, നിഷിദ്ധ കർമ്മം, പ്രായശ്ചിത്ത കർമ്മം. ഈ കർമ്മങ്ങളൊക്കെ നമ്മളിപ്പോ നിത്യകർമ്മം എന്ന് പറഞ്ഞാല് നിയതം കർമ്മ, നിയതം കുരു കർമ്മത്വം, നിയതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാല് ദൈനംദിനം നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. ദൈനംദിനം നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെന്ന് ഇന്ന് സകലരും വേദത്തിൽ നിന്നും അകന്നാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 47-ാം മാസം വേദാധ്യയനം കഴിയണം, വേദാധ്യയനം ആരംഭിക്കണം. 16 വയസ്സാകുമ്പോഴത്തേക്കും വേദം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കണം എന്നായിരുന്നു വിധിച്ചിരുന്നത്. 47 മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഏതാണ്ട് ഒരു 3-3.25 വയസ്സാകുമ്പോഴേക്കും വേദാധ്യയനം നടത്തിയിരിക്കണം, ഉപനയനം കഴിച്ചിരിക്കണം. ഇന്ന് എപ്പോഴാണ് ഉപനയനം നടത്തുന്നത്? അവരവർക്ക് ഇഷ്ടമുള്ളപ്പോൾ. എങ്ങനെയാണ് ഒരു വേദ അധ്യയനം നടത്തേണ്ടതെന്ന് ഗംഭീരമായിട്ട് വേദം തന്നെ പറയുന്നുണ്ട്. അപ്പോഴ് ഈ വേദം അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗായത്രി ജപിക്കണം. ഗായത്രി മന്ത്രം ജപിക്കാതെ യാതൊരു മന്ത്രത്തിനും ഫലം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. വേദമാതാവായിരിക്കുന്ന സാവിത്രി ദേവി, ഗായത്രി ദേവി നമുക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെ ഉപാസിക്കണം. സകല ശബ്ദങ്ങളുടെയും ആദിയായിരിക്കുന്ന വേദമാതാവ് എങ്ങനെയാണ് നാം ഉപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിത്യകർമ്മത്തെ നാം എടുത്തു നോക്കിയാൽ, ഇപ്പൊ നമ്മൾ രാവിലെ ഒരാളെ എഴുന്നേറ്റ് വരുന്ന എങ്ങനെയാ എഴുന്നേറ്റ് വരേണ്ടതെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ദൈനംദിന ചര്യയിൽ കൂടി ആചാര അനുഷ്ഠാനങ്ങൾക്ക് പോലും ലോപം വന്നു കഴിഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാല് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗൗരീഹി, പ്രഭാതേ കരദർശനം.
കരാഗ്രേ വസതേ ലക്ഷ്മി. അപ്പൊ ഇത് ലക്ഷ്മിയെയും സരസ്വതിയെയും ഗൗരിയെയും ഒക്കെ കരമധ്യത്തിൽ കണ്ടുകൊണ്ട്, അല്ലാതെ വളരെ അലസമായിട്ട് ഒരു ശ്രദ്ധയുമില്ലാതെ എഴുന്നേറ്റ് വരുന്നതിനല്ല നമ്മളോട് വേദം അനുശാസിക്കുന്നത്. ആചാരത്തിന്റെ അനുസരിച്ചാണ് ധർമ്മം പ്രഭവിക്കുന്നത്. പ്രകർഷേണ ഭവിക്കുന്നത് ആചാരത്തിൽ നിന്നാണ് ധർമ്മം. അപ്പം ആചാര പ്രഭവോ ധർമ്മ. അപ്പൊ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ആചരിക്കണം എന്ന് പറയുന്നതിനെ ആചാരങ്ങൾ നമ്മളുടെ ആത്മസത്തയുമായി മൗനമായി നമ്മെ ചേർത്ത് വെക്കുന്നുണ്ട്. ആ മൗനമായുള്ള ബന്ധത്തെ, ഓരോ വാക്കും നമ്മളുടെ ആത്മസത്തയുമായി ചേർത്ത് വച്ചിരിക്കുന്ന ബന്ധത്തെ നാം ശ്രദ്ധിക്കുന്നതേയില്ല. ഓരോ സമയവും നാം ആ ആത്മസത്തയുമായി ചേരുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള മന്ത്രങ്ങളാണ്, ആചാരങ്ങളാണ് നമുക്ക് വേണ്ടി ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത്. ആ ആചാരങ്ങൾക്ക് തന്നെ ലോപം വന്നുപോയി. അനുഷ്ഠിക്കേണ്ടതിന്റെ ആശയ ഗരിമ വിസ്മരിച്ചുപോയി. അപ്പോൾ ഓരോന്നും ഒരു യാന്ത്രികമായിട്ട് പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഇന്നത്തെ തലമുറ അധപ്പതിക്കുന്നു. അങ്ങനെ അധപ്പതിക്കാതിരിക്കണമെങ്കിൽ ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും എത്ര പേരെ ഇതിനു വേണ്ടി പ്രചോദിപ്പിക്കാം. നമുക്കൊരു സത്കർമ്മം ചെയ്യണ്ടേ? അഹന്താരഹിതമായിട്ട് നമുക്ക് ഈ സത്കർമ്മത്തിൽ ഏർപ്പെടണം. സ്വാർത്ഥരഹിതമായിട്ട് സത്കർമ്മത്തിൽ ഏർപ്പെടണം. നമ്മളുടെ ശരീരത്തിന്റെ ചലനമേതും നിസ്വാർത്ഥമായി പരപ്രയോജനകരമായി ഭവിക്കണമെന്നുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടായി കഴിഞ്ഞാല് നാം അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ജീവിതത്തെ പരിവർത്തിതമാക്കുന്നതിന് വേണ്ടി നാം വളരെ ബോധപൂർവം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിത്യകർമ്മത്തെ, അതുപോലെ തന്നെ നിത്യകർമ്മം എന്ന് പറയുമ്പോൾ ഡെയിലി റുട്ടീൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിയതമായിട്ടുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ അതേ രീതിയിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മബോധം നഷ്ടമാകാതെ എന്ന് പറഞ്ഞ് ധർമ്മത്തിന്റെ നിർവചനം ഉദാഹരണ സഹിതം നാം മുമ്പ് പറഞ്ഞതുപോലെ ആ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അനുഷ്ഠിക്കണം. പിന്നെ നൈമിത്തിക കർമ്മം, ഇപ്പൊ നമുക്ക് ഒരാളുടെ വിവാഹം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗഗ്രസ്തരായിട്ട് ആളുകളെ കിടക്കുന്നു, ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ ആ നിമിത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ ഓരോ സന്ദർഭത്തിലും നമുക്ക് വന്ന് ഭവിക്കുന്ന സന്ദർഭത്തിലൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് കർത്തവ്യമുണ്ട്, ഉത്തരവാദിത്ത ബോധമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ ഇപ്പം ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്നവർക്ക് ആ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് ബോധപൂർവം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും വ്യക്തിയുടെയും കർമ്മമാണ്. അത് ചിലപ്പോൾ ചിലർക്ക് ആർഭാടപരമായ ജീവിതം ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് വലിയ വീട് വേണം, വലിയ വാഹനം വേണം. പക്ഷെ കാമ്യകർമ്മങ്ങളൊന്നും വേദവിഹിതങ്ങളല്ല യഥാർത്ഥത്തില്. എന്നാൽ അത് നിഷിദ്ധകർമ്മമാണോ എന്ന് ചോദിച്ചാൽ നിഷിദ്ധകർമ്മമല്ല, പക്ഷേ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യില്ല. അത് സ്വാർത്ഥപരമായ കർമ്മമാണ് കാമ്യകർമ്മങ്ങൾ. എന്നാൽ നിഷിദ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തു പോയ കർമ്മങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട്. വേദം അനുശാസിക്കുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങളെയും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ആവണി അവിട്ടത്തിനൊക്കെ ഒരു പ്രാർത്ഥന ചൊല്ലും. നാം ഈ ജന്മത്തില് ഇന്നേ നിമിഷം വരെ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ എന്തൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ സർവ പാപങ്ങളും ഇപ്പോൾ തന്നെ ഇല്ലാതായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ വേദം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാമ്യകർമ്മവും നിഷിദ്ധ കർമ്മവും വിധിച്ചിട്ടില്ല. ഈ കാമ്യകർമ്മമുണ്ട്, നിഷിദ്ധ കർമ്മം വിധിച്ചിട്ടില്ല. പ്രായശ്ചിത്ത കർമ്മം എന്ന് പറഞ്ഞാൽ പ്രായോ നാമ തപപ്രോക്ത ചിത്തം നിശ്ചയോച്യതേ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചെയ്തു പോയി, ദൈവമേ ഇനി എനിക്കത് ചെയ്യാൻ ഇടവരുത്തരുതേ എന്നുള്ള തരത്തില് പ്രായോ നാമ തപപ്രോക്ത. പ്രായ എന്ന പദത്തിന്റെ അർത്ഥം തപസ്. നമ്മള് മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ശ്രദ്ധയോടെ നിശ്ചയിച്ചുറപ്പിച്ച്
ചിത്തം നിശ്ചയിച്ചത്, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല. ഇനിയിപ്പൊ തനിക്ക് പ്രതികരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ താൻ ക്ഷമാപൂർണമായി ജീവിക്കും. ക്ഷമയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ക്ഷമ നല്ല ബലമാണ്, ക്ഷമ നല്ല കരുത്താണ്, ക്ഷമ ശാന്തിയെ നൽകും, ക്ഷമ പ്രശാന്തതയെ നൽകും, ക്ഷമ ഏത് തരത്തിലും ഇങ്ങനെയൊക്കെയുള്ള ധർമ്മ തേജസ്സാണ് ക്ഷമ. അതുകൊണ്ട് ധർമ്മത്തിന്റെ മാതാവായിട്ട് പോലും നമുക്ക് ക്ഷമയെ കാണാം. എന്ന് പറഞ്ഞാൽ അത് ഒരു തരം തിതിക്ഷയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ. അവളാണ് തിതിക്ഷ. ആരാണ്? നമ്മളുടെ ഏത് ജീവിതാനുഭവങ്ങൾ വന്നാലും അതിനെയൊക്കെ ചിന്താവിലാപരഹിതം, ചിന്തയില്ലാതെ വിലാപമില്ലാതെ നോക്കിക്കാണുന്ന ആന്തരിക നില അഭ്യസിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം അഭ്യാസത്തിനുള്ള സാധനയാണ്. അപ്പൊ നമ്മള് വേദോ നിത്യമധീയതാം, എല്ലാ ദിവസവും വേദം അഭ്യസിക്കണം. വേദം കഴിഞ്ഞില്ല എങ്കിൽ ഭഗവത്ഗീത ചൊല്ലണം, ഇല്ല എങ്കിൽ മന്ത്രോച്ചാരണം നടത്തണം, അല്ല എങ്കിൽ എന്തൊക്കെ കഴിയുമോ രാമായണമോ മഹാഭാരതമോ. മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ അതിശ്രേഷ്ഠമാണ്. നമ്മൾ അതിലുള്ള ആ ഓരോ ഉപകഥകളും മറ്റ് ശ്രേഷ്ഠ ഭാഗങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാല് ഗംഭീരങ്ങളായ ധർമ്മ പ്രബോധന സന്ദർഭങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ അത് ദിവസവും മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ എന്തൊക്കെയാ വായിച്ചുകൊണ്ടിരിക്കുന്നത്? വേണ്ടാത്ത കുറെ ന്യൂസ് പേപ്പർ. അതങ്ങ് നിർത്തിക്കോ, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് ഒന്നും നഷ്ടായില്ല. മാതാജി പറയുന്ന പോലെ, ഈ സന്യാസിയെ പോലെയല്ല ഞങ്ങൾ ഗൃഹസ്ഥര്, പത്രത്തിലുള്ളത് അറിയണം എന്നാ അറിഞ്ഞോളൂ. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. നമ്മൾക്ക് ധാർമ്മികമായി ജീവിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിൽ അൺവാണ്ടഡ് ന്യൂസ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? യാതൊരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രയോജനശൂന്യമാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് ധാർമ്മിക വേദശാസ്ത്ര സാര ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ദിവസവും പഠിക്കണം. തതുദിതം കർമ്മസുനിഷ്ഠീയതാം, അതിൽ പറയുന്നത് അനുസരിച്ച് കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. എന്തായാലും ഇത്രയും നേരം 2 സാധനയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ 2 സാധനയും എങ്ങനെ അഭ്യസിക്കും എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുമെങ്കിൽ നമ്മളുടെ ജീവിതത്തെ പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത്രയും നേരം നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ അദ്വയ സത്യസ്വരൂപനായിരിക്കുന്ന, അലൗകിക ആനന്ദമായിരിക്കുന്ന, അപരിമേയമായ പ്രകാശമായിരിക്കുന്ന ആ പരമ്പൊരുളിന്റെ ശ്രീ ശങ്കര ഭഗവത് പാദരുടെ അദ്വയ സത്യസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ പൂജാമലരുകളായി അർപ്പിച്ചുകൊണ്ട് ഈ സാധനാ പഞ്ചകം എന്ന കൃതി നിങ്ങൾ ശ്രദ്ധയോടെ അധ്യയനം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ശങ്കര ഭഗവത് പാദരുടെ അനുഗ്രഹ വർഷം നിങ്ങളുടെ ഹൃദയ കമലങ്ങളിൽ നിതരാം വർഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ജീവൻ ഉദ്ഗതിയിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ധർമ്മ ചൈതന്യത്തെ കണ്ടുകൊണ്ട് അവബോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നേറാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓം വാക് യജ്ഞേന കൽപ്പതാ. വളരെ സന്തോഷം മാതാജി, വളരെ നല്ലൊരു ക്ലാസ്. എനിക്ക് തോന്നുന്നു ഈ സാധനാ പഞ്ചകം നല്ലൊരു എന്താ പറയുക, ഒരു പുതിയൊരു ഉന്മേഷം, അല്ല ഉണർവ് മനസ്സിന് ഇവിടുന്ന് പങ്കെടുക്കുന്ന എല്ലാവരുടെ മനസ്സിനും ഒരു ഉണർവ് സമ്മാനിക്കുവാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നല്ലൊരു ക്ലാസ്. കാരണം ഇതിൽ മാതാജി അത് നേരത്തെ തന്നെ അത് ചെയ്തത് കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ഒരു ഇച്ഛ മനസ്സിലുണ്ടായി. അത് എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടായി കാണണം. തീർച്ചയായും നല്ലൊരു സബ്ജക്ട് തന്നെയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. വളരെ സന്തോഷം. ഇന്നിവിടെ എത്തിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 2 മിനിറ്റ് സമയം അതിനുവേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അജയേട്ടൻ, ഉഷേട്ടത്തി ഇപ്പോൾ ഇവിടെ കാണുന്നവരെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും ഇല്ല. ക്ലാസ് വളരെ ഭംഗിയായി. സത്യത്തിൽ ഇപ്പൊ നാരദര്
ഭാഗവതത്തിൽ പറഞ്ഞല്ലോ, അഹം തു പൃഥിവീ ജ്ഞാത്വ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്കിപ്പോ പൃഥ്വിയിൽ വന്ന് ഈ പൃഥ്വിയെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എന്ന് അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പൊ ഇന്ന് ഈ സാധനാപഞ്ചകത്തെ കുറിച്ച് അറിഞ്ഞപ്പോ എങ്ങനെയാണ് പറയേണ്ടത്, സ്വകർമാനുഷ്ഠാനങ്ങൾ സാധനയിലൂടെ എങ്ങനെയൊക്കെ നേടാം, എന്തൊക്കെയോ ഒരു തോന്നലുകൾ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത് അന്തർവീ ജ്ഞാത്വ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. വളരെ ഗംഭീരമായിരുന്നു ക്ലാസ്, അത്യുത്തമം. ജയശങ്കര. അല്ല, മാതാജി പറഞ്ഞതിൽ ജേട്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ കുട്ടികളുടെ, അതായത് ഈ വയലിൻ പഠിക്കുന്ന കുട്ടികൾ 5 പേര് ഈ പറഞ്ഞതുപോലെ 20 മണിക്കൂർ അവർ അഭ്യാസം ചെയ്തവര് കൂടുതൽ കുറച്ചുകൂടെ മെച്ചമായിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ അത് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഇപ്പം ജേട്ടൻ തന്നെ എടുക്കുന്ന സൗന്ദര്യ ലഹരി ക്ലാസ് കഴിഞ്ഞിരുന്നു. ആ സൗന്ദര്യ ലഹരി നമ്മൾ ഒരു മനസ്സിലൊരു ഇച്ഛ ഉണ്ടായി, അത് പഠിക്കണം എന്നുള്ളൊരു ഇച്ഛ ഉണ്ടായി. അത് ഇപ്പോഴത്തെ ഒരു 16 ശ്ലോകങ്ങളോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു 100 ശ്ലോകങ്ങളുള്ള ഇതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലൊരു ഇച്ഛ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വേണം, അല്ലെങ്കിൽ അത് ഗ്രാസ്പ് ചെയ്യണം എന്നുള്ളൊരു ഇച്ഛ ഉണ്ടാകണമെങ്കിൽ അത് ഈശ്വരന്റെ കടാക്ഷം അല്ലെങ്കിൽ ആചാര്യസ്വാമികളുടെ ഗുരു കാരണന്മാരുടെ കടാക്ഷം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിനുള്ള ഒരു ഉണർവ് നൽകുവാൻ ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വളരെയധികം ക്ലാസ്സുകൾ നടത്തി വരുന്നു. നാളെ ഈ പറഞ്ഞ പോലെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ക്ലാസ് നാളെ നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു പറഞ്ഞോളൂ. ജ്യോതിഷ് അത് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഇച്ഛയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മാതാജി വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. ക്ഷമാബലം അതാണ് അനിവാര്യം. കാരണം ഇച്ഛയോടൊപ്പം ക്ഷമാബലവും കൂടി അനിവാര്യമാണ്. ഇത് കാരണം ക്ഷമയില്ലെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും കാമക്രോധ മോഹാദികളെല്ലാം മനസ്സിൽ കടന്നുകൂടും. പ്രപഞ്ചത്തിൽ ഈ വള്ളവും വെള്ളത്തിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, പ്രപഞ്ചത്തിൽ വിഹരിക്കുന്നത് പ്രപഞ്ചം ഉള്ളിൽ വിഹരിക്കുന്നതൊക്കെ മാതാജി പറഞ്ഞതുപോലെ അതാണ് പ്രാധാന്യം. അപ്പം ഇച്ഛയോടൊപ്പം വേണ്ടത് ഈ സാധനയാണ് എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. ജയശങ്കര ഉഷേട്ടത്തി. ഹരിയോം. നമസ്തേ ജയശങ്കര. കഴിഞ്ഞ ക്ലാസ്സുകളിനെക്കാട്ടില് ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധനാ പഞ്ചകം എന്നുള്ളത്. സ്വാധ്യായം മുടക്കാതെ നടത്തിക്കൊണ്ടു പോകണമെന്ന് പറയുമ്പം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു തരുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഈ 40 ഉപദേശങ്ങളിൽ കൂടി തീർച്ചയായിട്ടും അതിൽ കുറച്ചെങ്കിലും നമുക്ക് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അതിനുവേണ്ടി മാതാജി പറഞ്ഞ പോലെ, ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ക്ഷമയോടെ ശ്രദ്ധയോടെ, ആ ശ്രദ്ധയുണ്ടെങ്കിൽ നിത്യാഭ്യാസം കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. മാതാജിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അത് സാധിക്കും. നമസ്തേ. ജയശങ്കര. വാമനേട്ടനെ കണ്ടിരുന്നു, ഇവിടെ ഇപ്പൊ കാണുന്നില്ല. ആർക്കെങ്കിലും കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ അതിനുള്ള ജയശങ്കര പറഞ്ഞല്ലോ. മാതാജിയുടെ ഓരോ ക്ലാസ് കഴിയുന്തോറും നമ്മുടെ മാനസികമായിട്ട് മാതാജി വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മളെ ഓരോരോ പടികൾ കയറ്റി വിടുകയാണ്. നമ്മുടെ കർമ്മ രഹിതമായിരിക്കുന്ന ആത്മാവിനെ അറിയുക, കർമ്മരഹിതമായിരിക്കുന്ന ആത്മാവിനെ അറിയുക. നിരന്തരമായ ധ്യാനത്തിലൂടെയും അഭ്യാസത്തിലൂടെയും മാത്രമേ നമുക്ക് ആ ആത്മാ ചൈതന്യത്തെ അറിയുവാൻ കഴിയുന്നു എന്ന് ആത്മാവിനെ തന്നെ നിരന്തരം അറിയണം. മറ്റു വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാപാരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്താ പറയുക, ആ ആത്മാ ചൈതന്യത്തിലേക്കുള്ള അറിവിന്റെ യാത്രയിൽ മാതാജി നമ്മളുടെ എല്ലാം ഗുരുവെ വർത്തിക്കുന്നത് നമ്മുടെ ഭാഗ്യം എന്ന് അല്ലാതെ എന്ത് പറയാം. തീർച്ചയായിട്ടും നമുക്ക് ആദിശങ്കര ഇന്റർനാഷണലിന്റെ ഈ സത്സംഗം മാതാജിയുടെ പ്രസൻസ്, മാതാജിയുടെ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്ന നല്ല നല്ല മഹാത്മാക്കളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നു. അതിന് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ പേരിലുള്ള നമ്മുടെ ഈ സംഘടന ഭാഗ്യം ചെയ്ത
പ്രവർത്തകരാൽ നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഈശ്വരന്റെ കൽപ്പനയാണെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല ക്ലാസ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥനയുള്ളൂ. ഈ സാധാരണ പഞ്ചകത്തിന്റെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. ഇപ്പൊ എന്താ പറയാ, ഇടയ്ക്ക് നമ്മുടെ നെച്ചൂറിന്റെ ഒരു 7 ദിവസത്തെ പ്രഭാഷണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം രമണ മഹർഷിയുടെ ഒരു പുസ്തകത്തിലെ ആത്മസുഖിയിലെ ഒരു സംഭവം പറയുകയുണ്ടായി, ഒരു കഥ പറയുകയുണ്ടായി. അദ്ദേഹത്തെ കാണാൻ യുവാവായ ഒരു സന്യാസി വേഷം കെട്ടിയിടത്തി, സന്യാസി അറിയാൻ വേണ്ടിയുള്ള സന്യാസി ആയി തീരാൻ ആഗ്രഹമുള്ളതെന്ന് പറയുകയാണ്. വേഷം കെട്ടി പറഞ്ഞു കൊടുത്തത്, ക്ഷമിക്കുക. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പോയിട്ട് കുറെ സംശയങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പോയി, സ്വാമിയും അദ്ദേഹം ഇപ്പം വീണ്ടും പറഞ്ഞു, എല്ലാവരും പോയല്ലോ, ഇനി എനിക്ക് സംശയങ്ങൾ ചോദിച്ചോളം ചോദിച്ചപ്പോ രമണ മഹർഷി പറഞ്ഞു, അത്രേ, ഇനി ആരെങ്കിലും പോകാനുണ്ടോ? ഉണ്ടല്ലോ, ആരാണ്? അത് ഞാനേ ഉള്ളൂ. സ്വാമി പറഞ്ഞു, അപ്പൊ ഞാനിവിടെ അങ്ങ് പോട്ടെ. ഞാൻ പോകാനുള്ള നമ്മുടെ പ്രയത്നത്തില് മാതാജിയുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ ക്ലാസ്സുകൾക്ക് എപ്പോഴും നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര, ജയശങ്കര. മാതാജിക്ക് പ്രണാമം. വളരെ സന്തോഷം മാമനേട്ടാ നിങ്ങളുടെ വാക്കുകൾക്ക്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ സാർ 2 വാക്ക്. 9:10 സമയം. മാതാജിയുടെ വളരെ നന്നായിരുന്നു. കാരണം ഇങ്ങനെയുള്ള അറിവ് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട്. ഈ മാതാജി മാതിരിയുള്ള ഒരു സാധ്യത നമുക്ക് കിട്ടിയത് ശരിക്കും നമ്മുടെ ആചാര്യസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. We are highly indebted to such great souls. വളരെ സന്തോഷം സർ. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരുടെ ശ്രദ്ധയിലേക്കാണ്, നാളെ നമ്മുടെ സനാതന ധർമാമൃതം എന്നുള്ള പരിപാടി നാളെ 10ാമത്തെ സെഷനാണ്. പങ്കെടുക്കുന്നത് ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയാണ്. അദ്ദേഹം വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ, അതുപോലെ അരുണാചൽ പ്രദേശ് വിവേകാനന്ദ സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു. ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ വൈകുന്നേരം 8 മണിക്കാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജഗദീഷിന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ശ്രീശാന്തിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇന്ന്. സ്വാമിയുടെ അവിടുത്തെ മഠത്തില് അവർക്ക് നല്ല ഒരു പ്രതീതി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വളരെ നല്ല ഇതായിരുന്നു. ശാന്താനന്ദ അവിടുന്ന് സ്വാമിനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീകാന്ത്ജി പങ്കെടുക്കുന്നുണ്ട്, അവിടുന്നുള്ള പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ശ്രീകാന്ത്ജി ഉള്ളതായിട്ട് കണ്ടിരുന്നു ഇവിടെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, 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 ജയശങ്കര.